സുധീനെ കൊണ്ടുവന്നു. ഓണക്കുടി മേടിച്ചോണ്ട് തന്നിട്ട് പോയ കൊച്ച പോക്ക് ഇതിനായിരുന്നോടാ. കൂട്ടുകാരനെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞു പോയതല്ലടാ. ഇങ്ങനെ വരാനായിരുന്നോടാ കൊച്ചുമോനെ. സുധി, സുധി എന്നാ കിടപ്പാടായി കിടക്കണേ. എന്നാ കോപ്പിലെ പരിപാടികളായി കാണിക്കണേ. എന്നെ ഇട്ടിട്ട് പോകുവാണോടാ നീ? രാത്രിക്ക് നിന്നോട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞതല്ലടാ. എന്നെ ഒന്ന് നോക്കടാ സുധി. എടാ പരിപാടികളായി കാണിക്കണേ. എന്നെ ഇട്ടിട്ട് പോകുവാണോടാ നീ? ഇവിടെ ഇരുന്നു. എനിക്കൊരു സിഗരറ്റ് വേണം. സിഗരറ്റോ? അതിപ്പോ ആ ഈ പട്ടി എന്തിനാ പറിക്കുന്നത്? ഞാനത് കൂട്ടിലേക്ക് കയറ്റ്. ഇതങ്ങ് അടിക്കടോ. അതിങ്ങെടുത്ത് കഴിക്കുന്ന അനി എന്നാ പരിപാടിയാ അനീഷേ? ഓ ഒന്ന് നിൽക്കടോ. നിങ്ങളാരാ? നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമോ? പിന്നെ അവിടെ ആർക്കും എന്നെ കാണാൻ പറ്റുന്നില്ല. ഞാനൊരു ആത്മാവായോണ്ട് എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും കാണാം. ആത്മാവോ? നിങ്ങൾ ഇന്നലെ രാത്രി വന്നപ്പോൾ കൂട്ടറി വന്നു പിടിച്ചത് എന്നെയാണ്.
നമ്മളെ രണ്ടാളും കൂടിയാണ് പാറമടയിലേക്ക് വീണത്. ആ വീഴ്ചയിൽ നമ്മൾ രണ്ടാളും മരിച്ച് ആത്മാക്കൾ മാത്രമായി. സോറി കേട്ടോ, ഓണത്തിന് ചെറിയൊരു ആഘോഷം കഴിഞ്ഞ് വരിക. വളവ് കാരണം പെട്ടെന്ന് കാണാൻ പറ്റിയില്ലായിരുന്നു. ഓ, അതിനി സോറി പറഞ്ഞിട്ട് എന്ത് കാര്യം? അതൊക്കെ നമ്മൾ നേരത്തെ ചിന്തിക്കണമായിരുന്നു. ഞാനും ഓണത്തിന് ചെറിയൊരു ആഘോഷം കഴിഞ്ഞ് വന്നതായിരുന്നു. ഞാൻ 2-3 ദിവസം കൂടി ഇവിടെ കാണും. മാമൻ്റെ മക്കൾ കാനഡയിൽ നിന്ന് വരണം. എന്നാൽ മാത്രമേ എൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കൂ. ഇവരുടെയൊക്കെ സ്നേഹവും സങ്കടവും കാണുമ്പോൾ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. ഓ, അതൊക്കെ 2-3 ദിവസത്തേക്ക് കാണുള്ളൂന്നേ. ചടങ്ങെല്ലാം കഴിയുമ്പോൾ എല്ലാവരും അവരവരുടെ ജോലിക്ക് പോകും. പിന്നെ നമ്മൾ ചെയ്ത കുറച്ച് നല്ല കാര്യങ്ങൾ മാത്രം എല്ലാവരുടെയും മനസ്സിൽ എന്നും നിലനിൽക്കും. പക്ഷേ ഈ പ്രാവശ്യത്തെ ഓണം എല്ലാവരുടെയും കൂടെ കൂടാൻ സാധിച്ചില്ലല്ലോ എന്നൊരു സങ്കടം മാത്രം. അത് ഇന്നലത്തെ ആഘോഷം കൂടിപ്പോയത് കൊണ്ടല്ലേ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു പ്രതീക്ഷയില്ലാണ്ടായിപ്പോയി. മദ്യപിച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും നല്ലൊരു കോൺഫിഡൻസ് കിട്ടുമെന്ന് എല്ലാവരുടെയും വിചാരം. പക്ഷേ അതൊക്കെ വെറും ഓവർ കോൺഫിഡൻസ് ആണെന്നേ. ഇങ്ങനെയൊരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. അപ്പം നമ്മളെക്കാളും മുമ്പ് നേരത്തെ അങ്ങോട്ട് പോയി. നമുക്കവിടെ ചെല്ലുമ്പോൾ നേരിട്ട് പരിചയപ്പെടാം. പിന്നെ മറ്റൊരു കാര്യമുണ്ട്. എല്ലാ കൊല്ലവും ഓണം വരുമ്പോൾ ഇവരൊക്കെ നമ്മളെ ഓർക്കും. എന്നിട്ട് ആകാശത്തുള്ള നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാട്ടി മക്കളോടും കൊച്ചുമക്കളോടുമൊക്കെ ഇവർ പറയും, ആ കണ്ണ് ചിമ്മുന്ന നക്ഷത്രങ്ങൾ നമ്മുടെ മരിച്ചു പോയവരുടെ ആത്മാക്കളാണെന്ന്.